വിശ്വാസം അതല്ല എല്ലാം. സ്വാഗതം. തിരുനെല്ലിയിൽ പോയി ബലിയിട്ടാൽ പിന്നെ പിതൃമോക്ഷത്തിനായി മറ്റ് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ലെന്നും മരിച്ചവരുടെ ആത്മാക്കളുടെ പുണ്യഭൂമിയാണ് തിരുനെല്ലിയെന്നും വിശ്വാസം. ഹിന്ദുക്കൾ മാത്രമല്ല ഇവിടെ പിതൃകർമ്മം ചെയ്യാൻ വരാറ്. ക്രിസ്ത്യൻസ്, മുസ്ലിംസ് വർഗത്തിൽപ്പെട്ടതായിരിക്കുന്ന ആൾക്കാരുടെ പ്രതിമകൾ ആവാഹിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാറുണ്ട്. ക്ഷേത്ര സമീപമുള്ള പാപനാശിനി തീർത്ഥത്തിൽ ശ്രാദ്ധമൂട്ടിയാൽ ഗയാശ്രാദ്ധത്തിന്റെ ഫലം ലഭിക്കുമെന്നത് മറ്റൊരു വിശ്വാസം. പിതൃതർപ്പണത്തിന് പ്രശസ്തമായ വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൽ പിതൃമോക്ഷമെന്നത് വാസ്തവമോ? വിശ്വാസങ്ങൾ ഇങ്ങനെ, പക്ഷേ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ? വിശ്വാസങ്ങളും യാഥാർത്ഥ്യങ്ങളും പലപ്പോഴും അജഗജാന്തരമായിരിക്കും. വിശ്വാസങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം പരിശോധിക്കുന്ന ഈ വേദിയിൽ ഏതെല്ലാം വിഷയങ്ങൾ നാം പരിഗണനാ വിധേയമാക്കി? സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും പ്രചരിപ്പിക്കപ്പെടുന്ന അബദ്ധജടിലമായ വിശ്വാസങ്ങൾ മുതൽ വലിയൊരു ജനവിഭാഗത്തിൻ്റെ തകർക്കപ്പെടാനാവാത്ത വിശ്വാസമായി അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ വരെ നമ്മൾ ഈ വേദിയിൽ പരിഗണിച്ചു. അവയിൽ രണ്ടാമത്തെ ജനസിൽപ്പെടുത്താവുന്ന ഒന്നാണ് നമ്മൾ ഇന്ന് പരിഗണിക്കുന്നത്. മരിച്ചുപോയവരുടെ ആത്മാവ് ശാന്തി തേടി അലയുമെന്നും ആ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ പിതൃതർപ്പണം ചെയ്യണമെന്നുമുള്ള അഗാധമായ വിശ്വാസം. പിതൃതർപ്പണത്തിൻ്റെ പേരിൽ പ്രശസ്തമായ തിരുനെല്ലി പാപനാശിനിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ എത്ര വരെ? തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്ന് ബലിയിട്ടാൽ മരിച്ചവർക്ക് മോക്ഷം കിട്ടുന്നു, പിന്നെ പാവങ്ങളൊക്കെ തീരുന്നു, കുടുംബത്തിലുള്ള എല്ലാ പാവങ്ങളും തീരുന്നു, എല്ലാ കാര്യത്തിലും ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതെ, പിതൃക്കളുടെ സദ്ഗതിക്ക് അവരുടെ മോക്ഷത്തിലേക്കുള്ള യാത്ര എന്ന് തന്നെ പറയാം. അതിനൊക്കെ അത് വളരെ നല്ലതാണ്, വേണ്ടതാണ്. ഇപ്പം തിരുനെല്ലിയിലും മറ്റൊക്കെ ബലിയിടുന്നത് പാപശാന്തിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ സദ്ഗതിക്ക് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ പല വിധത്തിലുള്ള പാപത്തിൻ്റേതായ അനിഷ്ടസ്ഥിതികളും ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പിതൃകർമ്മങ്ങൾ വേണ്ടതാണെന്ന് വച്ചിരിക്കുന്നത്. ഈ ബലികർമ്മം കൊണ്ട് യഥാർത്ഥത്തിൽ മോക്ഷം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം അല്ലേ? മോക്ഷം കിട്ടാം, പക്ഷേ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന അവരുടെ ആ കർമ്മത്തിൻ്റെ ഫലം കൂടിയാണ് യഥാർത്ഥത്തിൽ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നത്. അതായത് പിതൃകർമ്മം ചെയ്തതുകൊണ്ട് മാത്രം മോക്ഷം കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സത്യത്തിൽ ജനന മരണാനന്തരം ഒരാത്മാവ് ഉണ്ട് എന്ന് ആധുനിക ജൈവശാസ്ത്രം ഇതേവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതിന് യാതൊരു തെളിവും ജൈവശാസ്ത്രത്തിലില്ല. ഞാനൊരു ജൈവശാസ്ത്ര വിദ്യാർത്ഥിയാണ്. അതിനെക്കുറിച്ച് ഞാൻ സൂക്ഷ്മമായി പഠിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ജനനവേളയിൽ ഒരാത്മാവ് ശരീരത്തിൽ കടന്നിട്ടാണ് മനുഷ്യന് ജീവൻ കിട്ടുന്നത് എന്ന അന്ധവിശ്വാസം ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു ശുദ്ധ വിഡ്ഢിത്തവാദമാണ്, അശാസ്ത്രീയമായ വാദമാണ്. ഇത് മതത്തിലെ പണ്ഡിതന്മാരും ദൈവത്തിൻ്റെ പേരിൽ ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു വിഡ്ഢിവാദം ശാസ്ത്രീയമായ വസ്തുതയാകുന്നില്ല. മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ശാന്തി നേരാനായി തിരുനെല്ലിയിൽ പിതൃകർമ്മത്തിനായി എത്തുന്നവർ പലതരക്കാരാണ്. അകാലത്തിൽ പൊലിഞ്ഞ ജീവിത പങ്കാളിയുടെ ആത്മശാന്തിക്കായി കൊടിയ ഹൃദയ നൊമ്പരത്തോടെ ബലിതർപ്പണത്തിനെത്തുന്നവർ, വാർദ്ധക്യത്തിൽ അകന്നുപോയ അച്ഛനമ്മമാരുടെ ആത്മാവിനു വേണ്ടി നിറഞ്ഞ മനസ്സോടെ എത്തുന്നവർ, ജീവിച്ചിരുന്നപ്പോൾ അച്ഛനമ്മമാരോട് തികഞ്ഞ അവഗണന കാട്ടി അവരുടെ മരണശേഷം ആത്മനിന്ദയിൽ നിന്നും ഉടലെടുത്ത പശ്ചാത്താപത്താൽ ബലിതർപ്പണം ചെയ്യാനെത്തുന്ന മക്കൾ, അങ്ങനെ പലതരക്കാർ. കൂടാതെ മരിച്ച പ്രിയപ്പെട്ടവർക്കായി സ്വഗൃഹങ്ങളിൽ വർഷം തോറും ബലിതർപ്പണം നടത്താറുണ്ടെങ്കിലും തിരുനെല്ലിയിലെ പിതൃതർപ്പണം പരമപവിത്രമെന്നു കരുതി എത്തുന്നവരും. നാരായണായ. ഇനി അരിയിൽ അല്പം വെള്ളം നനയ്ക്കാം. അരി, വെള്ളം, എള്ളി, നെയ്യ് കൂട്ടി കുഴച്ചോളൂ, മാറ്റി വെക്കാം. വിനോദയാത്രയ്ക്കായിട്ടാണ് വന്നതെങ്കിലും
പിതൃസ്മരണ കൂടി പുതുക്കി പോകാമെന്ന് കരുതുന്നവരുമൊക്കെ തിരുനെല്ലിയിലെ ജനത്തിരക്കിലുണ്ട്. പിതൃകർമ്മങ്ങൾ മുടങ്ങിയതുമൂലം വന്നുകൂടുന്ന സകല പാപങ്ങൾക്കും പരിഹാരമത്രേ തിരുനെല്ലിയിലെ പിതൃതർപ്പണം. ശ്രാദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗയാശ്രാദ്ധം. ആ ഗയാശ്രാദ്ധമാണ് തിരുനെല്ലിയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് തിരുനെല്ലിയിൽ ബലിയിട്ടാൽ ഇനി എവിടെയും ബലിയിടേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ്. യഥാർത്ഥത്തിൽ പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ, ബലി പിന്നെ ഇടണ്ട എന്നുള്ളതല്ല. ലങ്കയിൽ നിന്ന് യുദ്ധം ജയിച്ച് മടങ്ങുകയായിരുന്ന ശ്രീരാമൻ കൂർഗിലേക്കുള്ള യാത്രാമധ്യേ ബ്രഹ്മഗിരി മല കടക്കുന്നതിന് മുൻപായി തിരുനെല്ലിയിൽ ദശരഥന് വേണ്ടി പിതൃകർമ്മങ്ങൾ ചെയ്തെന്നും അന്നു മുതലാണ് തിരുനെല്ലിയിൽ ഭക്തജനങ്ങൾ പൂർവികർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തു പോരുന്നത് എന്നുമാണ് വിശ്വാസം. എന്നാൽ യുക്തിചിന്തയെ അടിസ്ഥാനമാക്കി വസ്തുതകളെ കാണുന്നവർ ഇത്തരം വിശ്വാസങ്ങളെയൊക്കെ പാടെ അവഗണിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം വരാനുള്ള, അന്ധവിശ്വാസം വരാനുള്ള കാരണം മരണത്തിന് ശേഷം ജീവിതത്തിലെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കാണാമെന്നത് മനുഷ്യൻ്റെ ഒരു എളുപ്പതലത്തിലുള്ള മാർഗമാണ്. ഇവിടെ ഏതായാലും നരകയാതനയാണ്. ആ നരകയാതനയൊക്കെ സഹിച്ച് ദൈവത്തെ അംഗീകരിച്ച് സ്വർഗത്തിലേക്കുള്ള കാഴ്ചപ്പാടിന് വേണ്ടി ജീവിതത്തിൽ ചില മതധർമ്മങ്ങളൊക്കെ ചെയ്താൽ ഇവിടുത്തെ പാപത്തിന് പകരം ഒരു പരിഹാരം സ്വർഗത്തിൽ കിട്ടുമെന്നാണ് ഈ മുതലാളിത്തം ജനിച്ച കാലം മുതൽക്ക് ഇന്നേ വരെ പ്രചരിപ്പിച്ചു വന്നിട്ടുള്ളത്. ഭൂമിയിലെ സാമ്പത്തികമായ അന്തരവും ദുരിതങ്ങളും നിലനിർത്താൻ മുതലാളിത്തവും ഫ്യൂഡലിസവും സൃഷ്ടിച്ചു വെച്ച അന്ധവിശ്വാസങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. വയനാട് ജില്ലയിലെ പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ദക്ഷിണകാശി എന്നും ദക്ഷിണ ഗയ എന്നും വിശേഷണം. ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരഡിക മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. 30 കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയം ആണെന്ന് പറയാം. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്ന് 32 കിലോമീറ്റർ അകലെയാണ് തിരുനെല്ലി. അവിടെ ബ്രഹ്മഗിരിയുടെ താഴ്വരയിലാണ് ഏകദേശം 3000 കൊല്ലം പഴക്കമുള്ളതും കരിങ്കല്ലിൽ പണി തീർത്തിരിക്കുന്നതുമായ ചരിത്ര പുരാണ പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിതൃകർമ്മത്തിനായി എത്തുന്നവർ മാത്രമല്ല, തിരുനെല്ലിയുടെ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ എത്തുന്നവരും ഇവിടെ ധാരാളം. മാനന്തവാടിയിൽ നിന്ന് വയനാടൻ വനങ്ങളുടെ നടുവിലൂടെ റോഡ് മാർഗം മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി കാട്ടാനകളും മറ്റു വന്യമൃഗങ്ങളും നിറഞ്ഞ അപകടം പിടിച്ച വനത്തിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ ക്ഷേത്രത്തിലെത്താൻ എളുപ്പവഴിയുമുണ്ട്. പിതൃസ്മരണയ്ക്കും പിതൃപൂജയ്ക്കുമുള്ള ഉത്തമ സ്ഥാനം എന്ന പേരിൽ പ്രശസ്തമായ തിരുനെല്ലി വിഷ്ണു ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുടെ ചരിത്രം ഐതിഹ്യങ്ങളാൽ പൂരിതമാണ്. സമൂഹത്തിന്റെ ആത്മീയ പരിണാമധാരയിലെ മൂർത്തിസ്ഥാനങ്ങളിൽ പ്രാധാന്യത്തോടെ നിലകൊള്ളുന്ന തിരുനെല്ലി ക്ഷേത്രം ഐതിഹ്യങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും വിശിഷ്ട ദേവസ്ഥാനം എന്ന നിലയിലാണ് പ്രതിപാദിക്കപ്പെടുന്നത്. ബ്രഹ്മദേവനാണ് തിരുനെല്ലി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പ്രധാന ഐതിഹ്യം. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുടെ ചരിത്രം അന്വേഷിച്ചാൽ വ്യത്യസ്തമായ ഐതിഹ്യങ്ങളിലാണ് നാം എത്തുക. അതിലൊന്ന് ബ്രഹ്മാവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരിക്കൽ ആകാശമാർഗം ഭൂലോകം ചുറ്റുകയായിരുന്ന സ്രഷ്ടാവ് ഇന്ന് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് മുകളിലും എത്തിയത്രേ. പൊടുന്നനെ ആ പ്രദേശത്ത് അതിതീക്ഷ്ണമായ വൈഷ്ണവ സാന്നിധ്യം അനുഭവപ്പെട്ട ബ്രഹ്മാവ് ഭൂമിയിലിറങ്ങി ചുറ്റുമുള്ള മലനിരകളിലിരുന്ന മഹാവിഷ്ണുവിനെ തപസ് തുടങ്ങി. ബ്രഹ്മാവിന്റെ തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു ഒരു നെല്ലിമരത്തിൽ ബ്രഹ്മാവിന് ദർശനം നൽകിയെന്നും ആ പ്രദേശത്തു തന്നെ ബ്രഹ്മാവ് ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഷ്ണുവിന് സമർപ്പിച്ചു എന്നുമാണ് ഐതിഹ്യം. മഹാവിഷ്ണു ബ്രഹ്മാവിന് നെല്ലിമരത്തിൽ പ്രത്യക്ഷമായതിനാലാണ് പിന്നീട് ആ സ്ഥലത്തിന് തിരുനെല്ലി എന്ന പേര് വന്നതെന്നും ബ്രഹ്മാവ് വിഷ്ണുവിനെ തപസ് ചെയ്ത ആ മലനിരകളാണ്
ഇന്ന് ക്ഷേത്രത്തിനു ചുറ്റുമുള്ളതെന്നും അതിന് ബ്രഹ്മഗിരി എന്ന് പേര് വന്നതിന് കാരണം മറ്റൊന്നുമല്ലെന്നും ഐതിഹ്യം. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള മറ്റൊരു ഐതിഹ്യം 3 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പണ്ടൊരിക്കൽ മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ 3 മലയാളി നമ്പൂതിരിമാർക്ക് ഇന്ന് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വെച്ച് വഴിതെറ്റിയത്രേ. വിശന്നു വലഞ്ഞ് ഈ പ്രദേശത്ത് ചുറ്റി നടന്ന അവർ ഒടുവിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒരു പുരാതന ക്ഷേത്രവും സമീപത്തായി നിറയെ കായ്കളുള്ള ഒരു നെല്ലിമരവും കണ്ടുവത്രേ. ആ നെല്ലിമരത്തിൽ നിന്ന് വേണ്ടത്ര കായകൾ അടർത്തിക്കഴിച്ച് വിശപ്പും ദാഹവും ശമിപ്പിച്ച ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ആ പ്രദേശത്തിന് തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തുവെന്നാണ് ഐതിഹ്യം. ഇന്നും ഈ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാമെന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ ഹിന്ദുക്കളുടെ അതിപ്രാചീനമായ ആരാധനാരൂപങ്ങളിൽ ഒന്നാണ് പിതൃപൂജ. പഞ്ചമഹായജ്ഞങ്ങളിൽ ഉൾപ്പെടുന്ന പിതൃയജ്ഞമാണ് ഇത്. മരിച്ചവരുടെ ആത്മാക്കൾക്ക് പിതൃദേവതകളുടെ പ്രീതി ലഭിക്കുന്നതിന് ചെയ്യുന്ന യജ്ഞമാണ് ശ്രാദ്ധം. പിതൃക്കൾ തറവാട് നിലനിർത്തിയവരാണ് എന്നതുകൊണ്ട് ജലതർപ്പണം, അന്നം എന്നിവയാൽ അവരെ തൃപ്തിപ്പെടുത്തുന്നതിനും അവരുടെ സ്മരണ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ശ്രാദ്ധമൂട്ട് എന്നാണ് വിശ്വാസം. അങ്ങനെയെങ്കിൽ ഉറ്റവരുടെ ആത്മശാന്തിക്കായി പാപനാശിനിയിൽ പിതൃതർപ്പണത്തിനെത്തുന്നവർ എന്തൊക്കെ ക്രിയകളാണ് അവിടെ ചെയ്യുന്നത്? മരിച്ചവർക്കായി പാപനാശിനിയിൽ പിണ്ഡം വയ്ക്കുന്നത് പിണ്ഡപാറയിലാണ്. തീർത്ഥജലം പതിച്ച് പിണ്ഡം ഒഴുകിപ്പോകുമ്പോൾ പരേതാത്മാവിന് മുക്തി ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ബലി ഇടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം മുങ്ങി കുളിക്കുക. കുളിച്ചു കഴിഞ്ഞ് ബലിസാധനങ്ങളും എടുത്തിട്ട് പിണ്ണപ്പാറയെ നമ്മളൊക്കെ അടവില്ല. പിണ്ണപ്പാറ എന്നാണ് ആ സ്ഥലത്തിന് പേര് പറയുക. ആ പിണ്ണപ്പാറയെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ പൊതിയെ കഴിച്ചു വെക്കുക. കൈക്കൊരു പവിത്രം കൊടുക്കും, നിർഭമുണ്ടാക്കിയ മോതിരം. അത് കൈമിൽ ധരിക്കുക. സ്ത്രീകൾക്കാണെങ്കിൽ പവിത്രം പാടില്ല, പുരുഷന്മാർക്കാണെങ്കിൽ പവിത്രം വേണം. അപ്പോൾ സ്ത്രീകൾക്ക് പിന്നെ പവിത്രം ഇടാതെ കൊണ്ട് പിണ്ണം വെക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കും ഒരു വിശ്വാസമുണ്ട്. വലിയിട്ട് കഴിഞ്ഞ് കുളിച്ച് പിന്നെ ആ പ്രതിമയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അമ്പലത്തിൽ സമർപ്പിക്കുക. പാപനാശിനിയിലും ഇവിടെയുള്ള മറ്റു തീർത്ഥങ്ങളായ പഞ്ചതീർത്ഥം, ഋണമോചിനി തീർത്ഥം, ഗുണിക തീർത്ഥം, ശതബിന്ദു തീർത്ഥം, സഹസ്രബിന്ദു തീർത്ഥം, വരാഹതീർത്ഥം എന്നിവയിലും സ്നാനം ചെയ്യുന്നത് ജന്മാന്തര പാപത്തിന് പ്രായശ്ചിത്തമാകും എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പഞ്ചതീർത്ഥത്തിന്റെ നടുവിലുള്ള പാറയിൽ മഹാവിഷ്ണുവിൻ്റെതാണെന്ന സങ്കല്പത്തിൽ പാദമുദ്രയും ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയും കൊത്തിയിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് മഹാവിഷ്ണു ബ്രഹ്മാവിന് ദിവ്യോപദേശം നൽകി എന്നൊരു ഐതിഹ്യവും പ്രചാരത്തിലുണ്ട്. തിരുനെല്ലി ക്ഷേത്രത്തിന് മാത്രമല്ല, പരിസരത്തെ ഓരോ കാഴ്ചകൾക്കും ഓരോ കഥകൾ പറയുവാനുണ്ട്. ക്ഷേത്ര ചുറ്റുമതിലിന് വെളിയിലുള്ള പണിതീരാത്ത കൽനിർമ്മിതി മുതൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കൽപ്പാത്തി വരെ എത്രയെത്ര കാഴ്ചകൾ. ക്ഷേത്രക്കിണർ ഇല്ലാത്ത ക്ഷേത്രമാണ് തിരുനെല്ലി. പാപനാശിനിയിൽ നിന്ന് കല്ലുപാത്തി വഴിയെത്തുന്ന ജലമാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. മലബാർ ഭാഗത്തെ നായനാർ തറവാട്ടിലെ തമ്പുരാട്ടിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കല്ലുപാത്തിക്ക് പറയുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിനെത്തിയ തമ്പുരാട്ടിക്ക് ദാഹജലം ലഭിക്കാതെ വന്നപ്പോൾ പാപനാശിനിയിലെ ജലം മുളംപാത്തി വഴി തിരിച്ചുവിട്ടു നൽകിയത്രേ. പിൽക്കാലത്ത് മുളംപാത്തി കൽപ്പാത്തിക്ക് വഴിമാറുകയായിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. കരിങ്കൽപ്പാത്തി അത് വാരിക്കര തറവാട്ടുകാർ, അതായത് ചിറക്കൽ രാജാവിൻ്റെ ഭാര്യയായ വാരിക്കര തറവാട്ടുകാർ ഈ ക്ഷേത്രത്തിൽ അവർ തമ്പുരാട്ടീൻ്റെ രാജാവിൻ്റെ ഭാര്യയാകുമ്പോൾ അവരുടെ പരിവാര സമേതം വന്ന് തൊഴാൻ വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്ക് ആവശ്യത്തിന് വെള്ളം ചോദിച്ചപ്പോൾ ആ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, പാവനാശിനിയിൽ നിന്ന് വെള്ളം കെട്ടിക്കൊണ്ടുവന്ന് അമ്പലത്തിൽ വെച്ച് കാര്യം നടത്തുന്നതാകുമ്പോൾ അത്ര തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് അവരന്ന് ചെയ്തതാണ് ഈ പാത്തി. മലയിൽ ചെന്ന് പണിക്കാരെ വിട്ട് മുളയിൽ വെള്ളം ക്ഷേത്രത്തിലെത്തിയതിന് ശേഷമാണ് അവരിവിടുന്ന് പോയതെന്നും പിന്നീട് കുഞ്ഞിമംഗലത്ത് ചെന്ന് കരിങ്കൽ പണിക്കാരെ ഇങ്ങോട്ട് വിട്ട് ഈ കാണുന്ന ബ്രഹ്മഗിരീൻ്റെ ആ ഉറവ് മുതൽ തടുപ്പള്ളിയിൽ വരെ വെള്ളം എത്തിച്ചു, എന്നിട്ടാണ് അവർ അടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ പൂജാനന്തരം
മറ്റൊരു പൂജയ്ക്കായുള്ള പൂജാദ്രവ്യങ്ങൾ ഒരുക്കി വെച്ച ശേഷമാണ് നടയടയ്ക്കാറ്. പണ്ട് ബ്രഹ്മഗിരി മലയുടെ സൗന്ദര്യം കണ്ട് മലയിലെത്തി വിഷ്ണു സാന്നിധ്യമറിഞ്ഞ് വിഷ്ണുശില തിരുനെല്ലിയിൽ പ്രതിഷ്ഠിച്ച ബ്രഹ്മദേവൻ ഇന്നും നടയടച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെത്തി പൂജ നടത്തുമെന്ന വിശ്വാസമാണ് ഇതിനു പിന്നിൽ. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ചേര രാജാക്കന്മാരായ ഭാസ്കര രവിവർമ്മൻ I, ഭാസ്കര രവിവർമ്മൻ II എന്നിവരുടെ കാലത്തെ ലിഖിതങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അക്കാലത്തും ഈ ക്ഷേത്രം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. AD 9-ാം നൂറ്റാണ്ട് വരെയുള്ള തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ചരിത്രം കാസർഗോഡ് ജില്ലയിലെ കുംബ്ള രാജവംശവുമായും കുറുമ്പ്രനാട് രാജവംശവുമായും വയനാട് രാജാക്കന്മാരുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. കൂർഗിലെ രാജാക്കന്മാരുമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് വെളിയിലായി കാണപ്പെടുന്ന അപൂർണമായ കൽക്കെട്ടുകൾ പണിതീരാത്ത ഒരു വിളക്കുമാടത്തിൻ്റെതാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. കൊല്ലങ്കോട് രാജാവിന്റെ അധീനതയിലായിരുന്ന ക്ഷേത്രത്തിൽ കുടക് രാജാവ് അനുവാദം ചോദിക്കാതെ വിളക്കുമാടം പണിയാൻ ശ്രമിച്ചുവെന്നും തുടർന്ന് കൊല്ലങ്കോട് രാജാവിന്റെ എതിർപ്പ് മൂലം പണി നിർത്തിവയ്ക്കേണ്ടി വരികയുമായിരുന്നു അത്രേ. തിരുനെല്ലി ക്ഷേത്രത്തെ ഇത്രയധികം പ്രശസ്തമാക്കിയതിൻ്റെ ഒരു പ്രധാന ഘടകം സമീപത്തുള്ള പാപനാശിനി പുഴയാണെന്ന് പറയാം. ബ്രഹ്മഗിരിയുടെ നിഗൂഢതകളിൽ എവിടെയോ ഉത്ഭവിക്കപ്പെടുന്നു എന്ന് കരുതപ്പെടുന്ന പാപനാശിനിയിലാണ് ജനസഹസ്രങ്ങൾ പിതൃതർപ്പണം നടത്തി പിണ്ഡം ഒഴുക്കിവിടുന്നത്. പുരാണ ബന്ധങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തന്നെ ചരിത്രത്തോടും ഐതിഹ്യത്തോടും ഒട്ടിനിൽക്കുന്ന മഹാത്മ്യങ്ങൾ പാപനാശിനിയുമായി ബന്ധപ്പെട്ട് വേറെയുമുണ്ട്. പൊന്നിയം പടനിലത്ത് അംഗം ജയിച്ച ശേഷം ഉടവാളെടുക്കാൻ മറന്നു മടങ്ങിയ തച്ചോളിയൊതേനൻ ഉടവാളെടുക്കാൻ മടങ്ങവേ ഒളിവെട്ടുകൊണ്ട് മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ പാപനാശിനിയിൽ നിമജ്ജനം ചെയ്തതിന്റെ സൂചനകൾ വടക്കൻപാട്ടിൽ കാണാം. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാപനാശിനി തീർത്ഥത്തിൽ ശ്രാദ്ധമൂട്ടിയാൽ പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്ന ഗയാശ്രാദ്ധത്തിന്റെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇനി ഓരോ മണി അരി പ്രതിമലവർ പ്രതിമന്റെ മുകളിലായിട്ടും പകലും തെറപ്പുല്ലിന് മുകളിലായിട്ടും അരിയിട്ടുകൊണ്ടിരിക്കുക. ആ ബ്രഹ്മ സ്തംഭപര്യന്തം യത്കിഞ്ച സചരാചരം മയാ ദത്തേന തോയേന തൃപ്തിമായാന്തു തുഷ്കല ആ ബ്രഹ്മണോയെ പിതൃവംശജാത മാതൃസദാവംശ. ബന്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനം വിശ്വാസമാണ് എന്ന് പറയാം. മനുഷ്യർക്കിടയിൽ മാത്രമല്ല, മൃഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന അത്യപൂർവ സൗഹൃദങ്ങൾക്ക് പോലും അടിസ്ഥാനം പരസ്പര വിശ്വാസം തന്നെയാണെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ബന്ധങ്ങളുടെ തീവ്രതയിൽ നിന്നും ആത്മബന്ധത്തിന്റെ ആഴക്കൂടുതൽ കൊണ്ടും മറ്റു ചിലപ്പോൾ മരണപ്പെട്ടവരോടുള്ള സ്നേഹത്തിലുപരി അവരുടെ ആത്മാക്കളോടുള്ള ഭയം മൂലം പിതൃതർപ്പണം പോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം കാലം ചെല്ലുന്തോറും ഏറി വരുന്നത് എന്തുകൊണ്ടാവാം? ആത്മാവിലും മരണാനന്തര ജീവിതത്തിലുമൊക്കെയുള്ള വിശ്വാസമാണ് ജനങ്ങളെ പിതൃതർപ്പണം പോലെയുള്ള വിശ്വാസ പ്രമാണങ്ങളിലേക്കും തിരുനെല്ലി, തിരുവല്ലം തുടങ്ങിയവ പോലെയുള്ള സങ്കേതങ്ങളിലേക്കും ജനങ്ങളെ ആകർഷിക്കുന്നത്. അന്ധവിശ്വാസമെന്നോ മിഥ്യാധാരണയെന്നോ ഒക്കെ ആരോപിച്ച് ഇത്തരം വിശ്വാസങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും അവ അത്ര പെട്ടെന്ന് സാധ്യമല്ലെന്ന് തീർച്ച. കാരണം പിതൃതർപ്പണം പോലെയുള്ള ആചാരങ്ങൾ വെറുമൊരു വിശ്വാസത്തിലുമുപരി ജീവിതയാത്രയിൽ എന്നേക്കുമായി അകന്നുപോയവർക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. നമ്മൾ അങ്ങേറ്റത്തെ നീചമായ പ്രവൃത്തികളിലൂടെ ജീവിക്കുക, അവസാനം ആരെങ്കിലും എന്തെങ്കിലും ഒരു പിതൃകർമ്മം ചെയ്തെന്ന് വെച്ച് ആ ജീവാത്മാവിന് മോക്ഷപ്രാപ്തിയോ അല്ലെങ്കിൽ ഒരു ഉദ്ഗതിയോ ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ നിർത്തിയില്ല. കാരണം നമ്മുടെ ജീവിതം ആണ് അടിസ്ഥാനം. അവിടെ വേണ്ട വിധം ചെയ്യണം. അത് നമുക്ക് പല ധർമ്മങ്ങളുണ്ട്. ധർമ്മ ആചരണം മനുഷ്യന് കൂടിയേ തീരൂ.
മഹാപാപം ചെയ്തിട്ട് പുഴയിൽ പോയി കുളിച്ച് പാപം പരിഹരിക്കാമെന്ന വിഡ്ഢിവാദം അവതരിപ്പിക്കുന്നതിന് പകരം നല്ല കർമ്മങ്ങൾ ചെയ്യുക, ധാർമ്മിക ജീവിതം നടത്തുക. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിച്ച് ആ മനുഷ്യൻ്റെ ജീവിതം സുഖകരമായാലാണ് എൻ്റെയും ജീവിതം സുഖകരമാവുക എന്ന് പറയുന്ന പരസ്നേഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാമൂഹികത ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ സാമൂഹികത ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മാനവികമായ ധാർമ്മികത ഉയർന്ന നിലവാരത്തിൽ ഉയർത്തിപ്പിടിക്കുകയും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ഉയർന്ന ധാർമ്മികത നമുക്കുള്ളുണ്ടെങ്കിൽ നമുക്ക് പാപധാരണയില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഒന്നുമില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഉണ്ടെങ്കിലും ഇരിക്കുക. അതുപോലെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ഒരു സ്വസ്ഥമായ ജീവിതം നയിച്ച ഒരാൾക്ക് യഥാർത്ഥത്തിൽ മോക്ഷപ്രാപ്തി, അവരുടെ മക്കളോ ആൾക്ക് വേണ്ടപ്പെട്ടവരോ ബലിയിടും കൂടെ ചെയ്യുമ്പോഴേക്ക് അവർ ആ കാര്യങ്ങൾ പരിപൂർണമാവുന്നു, അവർ മോക്ഷത്തിലേക്ക് നീങ്ങുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നു? ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, വിശ്വാസം അതല്ല എല്ലാം, ഇന്ത്യ വിഷൻ, ടുട്ടൂസ് ടവർ, പാടിവട്ടം, കൊച്ചി 24. ഇമെയിൽ വിശ്വാസം@indiavisiontv.com. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും.